ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വർക്കില്ല. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. കൂടെ നമ്മൾ ഷാമിലുണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഉമ്മുൽക്കുയിലാണ്. ഉമ്മുൽക്കുയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാളും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വെച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പോണ സ്പോട്ട് അൽബേക്ക് റെസ്റ്റോറൻ്റാണ്. ഉമ്മുൽക്കുയിലൊരു കുഴപ്പമില്ലാത്തൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അൽബേക്ക്. നമ്മൾ മെയിൻ സ്പോട്ടാണ്. നമ്മളവിടെ ചെക്കന്മാരായിട്ടൊക്കെ അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയാണ്. അങ്ങനെ ഇന്ന് അവിടെ പോകാമെന്നൊരു പ്ലാൻ. കടിയൊക്കെ കഴിഞ്ഞിരിക്കണം. വൈകുന്നേരം ഉണ്ടാക്കിയ കടി തന്നെ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ സമയം 8 മണി 8:30 ആയി. കടികളെല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ഷാമിലാണ്, കണ്ണൂരാണ് അവൻ്റെ സ്ഥലം. അപ്പോൾ ചെക്കൻ്റെ എൻഗേജ്മെൻ്റാണ് നാളെ. അപ്പോൾ അവൻ്റെ പാർട്ടി തന്നെ ആക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കൈയൊക്കെ കഴുകി ഇറങ്ങണം. ആദ്യം തന്നെ കുറച്ച് സാലഡൊക്കെ തന്ന്, കുറച്ച് 2 ഫ്രഷ് ടീയും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിന് സാധനം വന്ന് നമ്മൾ ഓർഡർ ചെയ്ത് കപ്പ ബിരിയാണി, ബീഫ് കപ്പ ബിരിയാണിയാണ്. 13 ദിർഹംസാണ് ഇതിന് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പറഞ്ഞു, 2 ഫ്രഷ് ടീയും 1 കപ്പ ബിരിയാണിയും കഴിച്ചു. സാധനം നൈസ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഷാമിൽ പറഞ്ഞ് ബീഫ് കഴിക്കടാ, ബീഫ് നൈസാവുന്നില്ലായിരുന്നു. അങ്ങനെ കഴിച്ച് ഫിനിഷ് ചെയ്തു. സാധനം നല്ല ക്വാണ്ടിറ്റിയാണ്, 2 ആൾക്ക് സുഖമായിട്ട് കഴിക്കാം. അങ്ങനെ അവൻ്റെ ഇത് കണ്ടതിന് മനസ്സിലാവും, അവൻ്റെ വയറ് നിറഞ്ഞു. അവർക്ക് പിന്നെ കുറച്ച് കഴിച്ചതിന് ഫുള്ളാവും.